നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പല അനുഭവങ്ങളാണ് നമ്മെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന പാഠങ്ങൾ. അത്തരത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുള്ളവരാണ് വിധവകളായ സ്ത്രീകൾ. വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവവേദിയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓർമ്മകൾ മായാതെ വിതുമ്പും നമിഴികളും ഒരു സ്നേഹവായ്പായി നൽകിയ നിമിഷവും ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാൻ തനിയേ ഈ വഴി. തൻ്റെ ജീവിതയാത്രയിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജാൻസി ചേച്ചിയാണ്. നമുക്ക് ജാൻസി ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ജാൻസി ചേച്ചി, നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് ബലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ചെറുപ്പകാലത്തെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഇതെല്ലാം വലിയൊരു ഫാക്ടറാണ് അല്ലേ? അപ്പോൾ ജാൻസി ചേച്ചിയുടെ പഴയകാല ഓർമ്മകൾ അല്ലെങ്കിൽ ജാൻസി ചേച്ചിയുടെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ വീട് അങ്കമാലി. എനിക്ക് അപ്പൻ, അമ്മ, അമ്മുമ്മ, ഒരു വളർത്തുമകൻ, ഞങ്ങൾ 13 മക്കള്. 9 പെണ്ണ്, 4 ആണ്. അപ്പന് ബിസിനസ്. 13 മക്കള്. അതെ, 13 മക്കള്. 12 മക്കളെയും അപ്പം കല്യാണം കഴിച്ചു വിട്ടു. 13ാമത്തെ മകന്റെ കല്യാണത്തിന് കുറച്ച് മുമ്പ് അപ്പൻ അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പൊ ആ ഒരു കല്യാണം മാത്രം. എൻ്റെ അനിയന്റെ കല്യാണം. ചേച്ചി എത്രാമത്തെ മോളാ? ഞാൻ പെൺകുട്ടികളിൽ 7ാമത്തെ, മക്കളില് 10ാമത്തെ. ഒരു വലിയൊരു എന്താ പറയാ, ഒരു ശരിക്കും പറഞ്ഞ ഒരു പരിപാടിക്കുള്ള ആള് തന്നെ ഉണ്ട് അല്ലേ? വേറെ ആരും ക്ഷണിക്കണ്ട, വീട്ടില് ഒരാവശ്യം വന്നാൽ ഇഷ്ടം പോലെ ആളുണ്ട്. അയ്യോ, അപ്പൊ ഇപ്പൊ കൊച്ചുമക്കളും അവരൊക്കെ ആയിട്ട് ഒരുപാട് പേരായി കാണും. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ചേച്ചിമാരും 3 പേര് കപ്പിൾസ് അങ്ങനെ അങ്ങോട്ട് പോയി. അമ്മ 95 വയസ്സിലാണ് മരിച്ചത്. അമ്മയുടെ മരണം വരെ മക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ ശേഷം ചേച്ചിമാർ 3 പേര് മരിച്ചു. അമ്മ ഉള്ളപ്പോൾ ഒരു ചേച്ചി മരിച്ചു, പിന്നെ 2 ചേച്ചിയും അവരുടെ ഭർത്താക്കന്മാർ, പിന്നെ വേറൊരു ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ അങ്കമാലി പള്ളി തന്നെയായിരുന്നു ഇടവക? അങ്കമാലി സെൻറ്റ് ജോർജ് പള്ളിയാണ് ഇടവക. അപ്പോൾ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് ഹോളി ഫാമിലിയിൽ. 10 വരെ ഹോളി ഫാമിലി. അവിടെ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്താണ്, എൻ്റെ തൊട്ട് അടുത്ത വീട്ടിലെ സുന്തമ്മ എന്ന് പറയും. അവളെ സ്കൂളിൽ വിളിക്കുന്ന ടെസ്സി തോമസ് ആണ്. കുഞ്ഞിലെ തുടങ്ങി ഞങ്ങൾ കളിച്ചു വളർന്നവരാണ്. ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു, വരുന്നു. ഒരേപോലത്തെ ഡ്രസ്സുകൾ, ഞങ്ങൾ ഒരേ പ്രായമാണ്. ഒരേപോലെ ഡ്രസ്സ്, കൊന്തമാല, അമ്മമാരുടെ കൊന്തമാലയൊക്കെ ഇട്ട്, വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ പ്രീ-ഡിഗ്രി വരെ പഠിച്ചു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ 19 കഴിഞ്ഞ് 20ത്തിലേക്ക് എത്തിയപ്പോഴേക്കും കല്യാണം. കുറെ പെൺകുട്ടികളായതുകൊണ്ട് അപ്പനെ എല്ലാവരും പിടിച്ചേൽപ്പിക്കണം. പിന്നെ ഞങ്ങള് ചെറുപ്പകാലത്ത് സിനിമയ്ക്കൊന്നും വിടൂല. ചേച്ചിമാര് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അളിയന്മാരുടെ ഒരു ചെലവുണ്ട് സിനിമ. അപ്പോഴാണ് അനിയത്തിമാരെയൊക്കെ കൊണ്ട് സിനിമയ്ക്ക് പോകുന്നത്. അല്ലാതെ അങ്ങനെ പള്ളി പോകാം, സ്കൂളിൽ പോകാം, പിന്നെ വേറെ ഫ്രീഡം ഒന്നുമില്ല. പിന്നെ വീട്ടിൽ വന്നിരുന്ന്. അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ച ചേച്ചി എങ്ങോട്ടേക്കാ പോയത്? കല്യാണം കഴിഞ്ഞ് കൂനമ്മാവ് എന്ന സ്ഥലത്താണ് കല്യാണം കഴിച്ചത്. ഭർത്താവ്, എൻ്റെ വീട്ടില് 6 മക്കള്, അപ്പനമ്മ, 4 പെങ്ങന്മാര്, അനിയൻ, ഭർത്താവ് ഏറ്റവും മൂത്തത്. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ വിശേഷങ്ങള്. ചേട്ടൻ ജോയി, KR ജോയി. ബിസിനസ് ആയിരുന്നു. എസ്റ്റേറ്റിൽ ടീ മേക്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാരിസൺസിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാലഘട്ടം അങ്ങനെ സുഖം, സന്തോഷം. പിന്നെ അവിടെ ചേച്ചിയും പോവായിരുന്നോ? എവിടെ? ഇല്ല, എന്നെ കൊണ്ടുപോകും ഇടയ്ക്ക് ഒന്ന് ഓഫീസിലൊക്കെ പോകുമ്പോൾ. നമ്മുടെ ഒരു
കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് ഓക്കെ. ഈ 20 വയസ്സ് പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. കാപ്പി തിളപ്പിക്കാൻ പോലും അറിയില്ലായിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മളെങ്ങനെയാ, അതായത് നമുക്ക് ആ, ശരിക്കും പറഞ്ഞ ഒരു മെച്യൂരിറ്റി നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം നമുക്കൊരു തയ്യാറെടുപ്പ് ആവശ്യമാണല്ലോ. ആണ്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല. അങ്ങോട്ട് തിരിയാൻ പറയുമ്പോൾ അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയാൻ പറയുമ്പോൾ ഇങ്ങോട്ട് തിരിയും, അങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുക. അതിൻ്റെ വരമ്പുകളൊന്നും നമ്മൾ നോക്കണില്ല. ചിന്തിക്കുന്നില്ല. വിളിക്കുന്നു, പോകുന്നു, കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ കൂടെ ഇങ്ങനെ ഒരാള് നമുക്കിങ്ങനെ വർത്താനം പറയാനും കളിച്ച് ചിരിച്ച് രസിച്ചൊക്കെ നടക്കാനൊരു കൂട്ടുകാരൻ. കളിച്ച് ചിരിച്ചൊന്നും അങ്ങനെ ഇരിക്കുന്ന ക്യാരക്ടർ അല്ല ആള്. എൻജോയ് ചെയ്യും, എന്നാ ഓപ്പൺ ആയിട്ടല്ല, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ അപ്പൊ ഈ പാചകമൊക്കെ അപ്പൊ എങ്ങനെ പഠിച്ചെടുത്തു? അതൊക്കെ പിന്നെ അത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഒരു നമുക്ക് ഒഴുക്കിൽ അങ്ങനെ കഞ്ഞി വെക്കാൻ അറിയാം, നല്ല ചമ്മന്തി അരയ്ക്കാൻ അറിയാം, പയറുകറി വെക്കാൻ അറിയാം. അത്രയും മതിയല്ലേ നമുക്ക് വിശപ്പ് മാറാൻ. അവിടെയാണെങ്കിൽ വീട്ടിലെ ആള് കുറവായിരുന്നല്ലോ, 4 പേരല്ലേ അല്ലേ? അപ്പൊ അത്രയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല? അല്ല, അവിടെ നെല്ലും കൃഷിയൊക്കെ ഉള്ള വീടായിരുന്നു. ഈ വിവാഹശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് മക്കള് ജനിക്കുന്നത്? 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തേക്ക് മൂത്ത മകൻ ജനിച്ചു. എത്ര മക്കളാ? 2 മക്കള്. മൂത്ത മോൻ റഫീൻ, ഇളയ മോൻ ജെഫിൻ. റഫീനും ജെഫിനും. ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? റഫീൻ ഇപ്പൊ ബഹ്റൈനിലെ ഒരു ജോലി ചെയ്യണം. ഇളയ മോൻ ഷിപ്പിൽ വർക്ക് ചെയ്യണം. ഓക്കെ. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. മൂത്ത മകന് 2 മക്കള്. മൂത്ത കുട്ടി ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ കുട്ടി 2 വയസ്സ്. ഇളയ മകൻ ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം. ഓക്കെ. അപ്പൊ അങ്ങനെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. മക്കളൊക്കെ അവര് ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തരാക്കിയിട്ടുണ്ട്. അവര് സ്വയം തന്നെ പ്രാപ്തരായി. ഓ 2005 തുടങ്ങി ക്യാൻസർ വന്ന്. അപ്പോൾ വോക്കൽ കോഡ് എടുത്ത് കളഞ്ഞു. പിന്നെ സംസാരിക്കും, പിന്നെ ശ്വാസം എല്ലാം ഇവിടെ ഒരു ഹോളിട്ട്, ഈ ഹോളിക്കൂടിയാണ് നമുക്ക് മൂക്കിക്കൂടി വരുന്നത്, വായിൽ വരുന്നതൊക്കെ ഈ ഹോളിക്കൂടിയാവും. അങ്ങനെ 2019 വരെ ജീവിച്ചു. 2005 ഇത് അറിഞ്ഞപ്പോ മുതൽ വോക്കൽ കോഡ് എടുത്ത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ റേഡിയേഷനൊക്കെ ചെയ്തു. പിന്നെ RCCയിലും അമൃതയിലൊക്കെ ആയിട്ടാണ്. പിന്നെ അങ്ങോട്ട് ഒരു യാത്രയാണ്, ഹോസ്പിറ്റലിൽ. പിന്നെ അങ്ങനെ ഒരു യാത്രയായിരുന്നു. പിന്നെ എനിക്കൊന്നും അറിയില്ല, ട്രെയിൻ തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അറിയാൻ പാടില്ല. പുള്ളിക്ക് നല്ലോണം അറിവുണ്ട്, പുള്ളിക്ക് പല ഭാഷകളറിയാം. സംസാരിച്ചില്ലല്ലോ, എഴുതിയൊക്കെ കാണിച്ച്, ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്താൽ എഴുതിയൊക്കെ കാണിച്ച് പോകേണ്ട സ്ഥലമൊക്കെ എഴുതി കാണിച്ച ആള് ഭയങ്കര അറിവാണ്. ഇന്ത്യയിൽ പോകാത്ത സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. ആള് ബിസിനസ് പരമായിട്ടൊക്കെ എല്ലായിടത്തും പോയിട്ടുണ്ട്. അറിവുണ്ട്, എനിക്കിട്ടൊന്നും അറിയില്ല. അപ്പൊ ഈ സംസാരിക്കാൻ പറ്റാത്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭാഷ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര മാനസിക വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാവും. ആൾ പറയണത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേദനയാണ്. അപ്പോൾ പേപ്പറിലൊക്കെ നല്ല പച്ച എഴുതി ഒക്കെ കാണിക്കും നമ്മളെ. അപ്പം നമുക്കതൊക്കെ ഭയങ്കര വേദനയാണ്. അത് നമുക്ക് വേദനയാണേലും നമ്മളതങ്ങ് ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുകയാണ്. എനിക്ക് അതല്ല, നമുക്കിപ്പോ ഇത്രയും നന്നായിട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് നമുക്ക് ഒരാളെ വിളിക്കാൻ പറ്റാണ്ടാവുക, നമ്മൾ അസുഖമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവർ ചെയ്ത് തരണമെന്നില്ല, അല്ലെങ്കിൽ ചെയ്തു തരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. ആള് നല്ല ദേഷ്യമായിരുന്നു, ഞാൻ നല്ല സൈലന്റ് ആയിരുന്നു. ശരീരം വയ്യാണ്ടാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം. ശരിക്ക് ബൈസ്റ്റാൻഡർ, അത് ഒരു ഭർത്താവ് രോഗിയാണെങ്കിൽ ഭാര്യയാണല്ലോ ശുശ്രൂഷയുടെ. നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹവും ശുശ്രൂഷയാണ്. സ്നേഹമാണ് നമ്മൾ വേദനയാണ് നമ്മുടെ ഹൃദയം മുഴുവനും. പക്ഷെ വേദനിപ്പിക്കുകയാണെങ്കിലും നമ്മൾ സ്നേഹത്തോടുകൂടി ഇതൊക്കെ മാറും. ഇവിടെ നിന്നൊക്കെ നമ്മൾ കരകയറി പോരും. ഡാഡിനെ പഴയതും പോലെ ആക്കും ഞാൻ. 80 കിലോ വെയിറ്റ് ഉണ്ട് അയാൾ. 40 കിലോ ആയപ്പോൾ ആൾ തന്നെ പറഞ്ഞു എൻ്റെ കാര്യം പോക്കായി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡാഡീനെ ഞാൻ ശരിയാക്കി എടുക്കും, ഡാഡി കയറി പോരുന്നേ, ഡാഡി ധൈര്യമായിട്ടിരിക്കും. 40 കിലോ വെയിറ്റ് ആയി കുറഞ്ഞു അല്ലേ? ആണ്. റേഡിയേഷൻ, കീമോ, പിന്നെ സർജറി, പിന്നെ 4 മാസം ട്യൂബിൽ കൂടി കൊടുത്തു. ട്യൂബിൽ കൂടി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല.
പക്ഷെ എനിക്ക് ദൈവം ഭയങ്കര ശക്തിയതാണ്. ഞാൻ ഓടിച്ചാടി നടന്ന് കുടുംബത്തിലെ എല്ലാ ജോലിയും ചെയ്യും. ഓരോ മണിക്കൂറിൽ കൊടുക്കാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടാണ്. 6 മണി തുടങ്ങും, വെളുപ്പിന് 6 മണി തുടങ്ങി രാത്രി 12 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കൊടുക്കണം. എന്നാലേ ഈ രോഗി എത്ര വർഷം? അത്രയും വർഷം, 14 വർഷം, 4 മാസമാണ് ട്യൂബികൾ കൊടുത്തത്. പിന്നെ നമ്മളെല്ലാം വേവിച്ച് കൊടുക്കണം. ഇറച്ചി, കോഴി, ബീഫ്, പോർക്ക് എല്ലാം കഴിക്കും. എല്ലാം നമ്മൾ വേവിച്ച് കൊടുക്കണം. ചോറ് നമുക്ക് ഉരിയെടുത്തിട്ട് ഡാഡിക്ക് വേറെ ഉടച്ചു കൊടുക്കണം. വേവിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ പുള്ളി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇറങ്ങി പോണ രീതി പോലെ ഏകദേശം ഒരു അരച്ചു കൊടുക്കുന്ന കൊടുക്കണം പോലെ, പക്ഷെ അരയ്ക്കുന്നില്ല. അങ്ങനെ നമ്മൾ ശുശ്രൂഷിച്ച് ആളെ എടുത്താൽ മാത്രമേ ആ രോഗി കയറി പോരുള്ളൂ. അയ്യോ ഇത് ഇങ്ങനെ അവശതയായല്ലോ, ഞാൻ രക്ഷയില്ല, വന്നോര് കാണുമ്പോൾ ഓ ബൈബിൾ വായിച്ചു കൊടുക്ക് എന്നൊക്കെ പറയുന്നത് ആ രോഗി കേട്ട ഭയങ്കര തളർച്ചയായിപ്പോൾ. നമ്മളാണ് ശുശ്രൂഷിക്കുന്ന ആളാണ് രോഗിക്ക് ആ ശക്തി കൊടുക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു കൃപയാണ് സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുള്ള വലിയൊരു കൃപ. അത് ഞാൻ എൻ്റെ 100% ആത്മാർത്ഥമായിട്ട് ചെയ്തു. അല്ല, അതുകൊണ്ടായിരിക്കും ചേട്ടൻ അത്രയും വർഷം ജീവിച്ചത്. അതെ. പിന്നെ രണ്ടാമത് 2019 ഡിസംബർ 2018 ഡിസംബർ ആയപ്പോൾ വീണ്ടും തൊണ്ടയിൽ. അപ്പോൾ ഇവിടെ ഈ ഹോളിടുമ്പോൾ ഇവിടെ ഒരു സാധനമൊക്കെ ഇടും, അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കഫം വരുന്നത്. ഞാൻ 16 വർഷം, 2005 തുടങ്ങി 2019 വർഷങ്ങളിലെല്ലാം എനിക്ക് ഒരു അറപ്പെന്ന് പറഞ്ഞത് ഉണ്ടായില്ല. ഒരു വഴിക്ക് പുള്ളി പോവുകയാണെങ്കിൽ ഒരു 5 ടൗലെങ്കിലും കയ്യിൽ എക്സ്ട്രാ ഉണ്ടാവും. അതെല്ലാം വരുമ്പോൾ എല്ലാ ദിവസം നമുക്ക് ടൗല് മേടിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും എല്ലാ വർഷങ്ങളിലും ഇത്. അപ്പോൾ എനിക്കത് കൈകൊണ്ട് കഴുകണേനോ, നമ്മൾ അറക്കണേന്തിനോ, നമുക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയാണ്, അതാണ് നമ്മുടെ ശക്തി. എനിക്ക് എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയണത്, എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയും. എനിക്ക് സ്നേഹിക്കാനാണ് എനിക്ക് ദൈവം തന്ന വലിയ കൃപ. വേദനിപ്പിച്ചാലും നമ്മൾ സ്നേഹിക്കുക. നമുക്ക് ആലോചിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു പൂർണ്ണ തൃപ്തി ഉണ്ട്. എനിക്ക് സങ്കടമില്ല ആൾ മരിച്ചതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. വീൽ ചെയറിലൊക്കെയാണ് ട്രെയിനിലോട്ട് കയറ്റേണ്ടത്. അപ്പോൾ പോർട്ടറെ വിളിച്ച് അയാൾ വീൽ ചെയറിൽ കൊണ്ടുപോയി. അവർ ഈ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർമാർ സ്തുതിക്കണം അവരാരെങ്കിലൊക്കെ ഇത് കണ്ട് തന്നെ അറിയണവരുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത യാത്രയിൽ എന്നെ സഹായിച്ചവർ. അപ്പം ഞാൻ കീമോ ഒക്കെ ചെയ്ത ഭയങ്കര പാടാണ്. ആൾക്കും കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെപ്രാളം, വേഗം ട്രെയിനിൽ കയറി പോരണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനെ കീമോ കഴിഞ്ഞാൽ പിന്നെ കീമോക്കൊക്കെ കിടന്ന് നമുക്ക് സങ്കടമാണ്. ഈ മരുന്നൊക്കെ കയറുമ്പോൾ ഞരമ്പൊക്കെ ഇങ്ങനെ കരിഞ്ഞാണ് പോണത്. നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അവർക്ക് ഭയങ്കര വേദനയാണ്. അത് വേദന എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഞരമ്പുകളെ അത് ബാധിക്കുകയാണ് ഈ മരുന്ന്. അത്രയും തളർന്നു പോവാണ്. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഞാൻ പിടിച്ചു നിന്ന് കുഴപ്പമില്ല. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കീമോ ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ആളുടെ വേദന മാത്രമല്ല, നമുക്ക് എല്ലാം കൊണ്ടും വേദനയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് RCCയിൽ നിന്ന് എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറി പോരണം. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം, ആളുടെ മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് പോകാനായിട്ടെല്ലാം ഞാനപ്പോൾ രാവിലെ പുള്ളിയുടെ ആസ്പത്രിയിലേക്ക് ഞാൻ രാത്രി നമ്മൾ തിരിച്ചു പോരണം. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമൊക്കെയാണ് തിരുവനന്തപുരം. പക്ഷേ ആൾക്ക് ഭാഷയുള്ളത് കൊണ്ട് എന്നോട് പറയും, ഇപ്പം നീ പോകണ്ട, നീ 8 മണിയായിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാനൊരു 30-40 രൂപ കൊടുത്തിട്ട് വേണം എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തോട്ട്. നമ്മൾ നിർത്തൂല, അത്ര ആവശ്യതയുള്ളവരെ നിർത്തുള്ളൂ. പരിശുദ്ധ അമ്മീശ്വര ഹൃദയത്തെയും കൂട്ടുപിടിച്ച് എന്നെ, അവരാണ് എൻ്റെ സംരക്ഷകർ. എൻ്റെ ഒരു ഫോറൽ പോലും ഏൽക്കാതെ ഈ ഇത്രയും വർഷങ്ങൾ ആളെ കൊണ്ട് പോകുകയും വരെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ആളെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം. അങ്ങനെ പുള്ളി അന്ന് ആ കീമോ കഴിഞ്ഞിട്ട് പോരാനുള്ള വെപ്രാളത്തിൽ ഞാൻ വേഗം പാൻറ് ഷർട്ടൊക്കെ എല്ലാം നമ്മൾ ഷെഡിയൊക്കെ നമ്മൾ ഇടിച്ചു കൊടുക്കണം. ഒക്കെ ഇടിച്ചു കൊടുത്ത് ഞാൻ യാത്രയാവാൻ നിൽക്കണില്ല. വേഗം അങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് അവശതയായി, ഡൗൺ ആയി തുടങ്ങിയ ആൾ. അങ്ങനെ പിടിച്ച് എൻ്റെ കണ്ണിൽ മാറാത്തൊരു സീൻ അതാണ്. പുള്ളി പുറത്ത് അവിടെ നിന്നിട്ട് പാൻറ്റിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട്
അപ്പാപ്പന്മാർ പോണമാതിരി ഇങ്ങനെ പിടിച്ച് പിടിച്ച് റോട്ടിലോട്ട് സ്പീഡിൽ പോവാണ്. ഞാൻ ഡാഡിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച്, ഡാഡി അങ്ങോട്ട് പോണേ, ഡാഡി നിൽക്ക്, ഞാൻ ഡ്രസ്സ് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അവരൊക്കെ ഓടി വന്ന് പിടിച്ച്, എവിടേക്കാണ് പോണേ ചേട്ടൻ, ഇപ്പോൾ പോവല്ലേ ചേച്ചി വരട്ടെ അങ്ങനെ പറഞ്ഞ്. എനിക്ക് ആ സീൻ ഒരിക്കലും എൻ്റെ കണ്ണിൽ നിന്ന്, അത് ആരും കാണാത്തൊരു കാര്യങ്ങളാണ്, വീട്ടിലാരും കണ്ടിട്ടില്ല, ഒരു ബന്ധുക്കളോ സ്വന്തക്കാരെ കാണാത്ത എൻ്റെ ഒരു കാഴ്ചയാണത്. അപ്പോൾ അത് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു, പുള്ളിനെ അങ്ങനെ ഒരു അവശനായിട്ട് കണ്ടപ്പോൾ ഉള്ളൊരു അവശത കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി. അതെ, 4ാമത്തെ കീമോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്നൊക്കെ വളരെ വിഷമിച്ച്, ഞങ്ങൾ ആ നമ്മളുടെ കമ്പാർട്ട്മെൻറ്റിലുള്ളവരെല്ലാവരും എൻ്റെ ആ ഒരു, ഞാൻ പോകുന്നത് ഒരല് കുഞ്ഞു കുഞ്ഞ് ഗുളികയൊക്കെ പൊടിച്ച് ട്യൂബിക്കടി കൊടുക്കണം. അപ്പോൾ ഫീഡ് എല്ലാം റെഡിയാക്കി 3-4 കുപ്പികളിലൊക്കെ ആക്കി വെച്ച് ഒരു സഞ്ചി അങ്ങനെ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ലഗേജുകൾ, ഡ്രസ്സ്, കാര്യങ്ങൾ ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ അത്രയും ലഗേജും ഈ രോഗിയും ഞാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ നമ്മൾ സഹായിക്കാൻ ഒരുപാട് പേര്, ആ ട്രെയിൻ യാത്രയിലൊക്കെ ഒരുപാട് പേര് നമ്മളറിയാത്തവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മളറിയാത്ത മാലാഖമാര് നമ്മളെ സഹായിക്കാൻ വരുമെന്ന് ദൈവം പറയുന്നത് കറക്റ്റാണ്. അതുപോലെ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ അവിടെ നിന്ന് തുടങ്ങി പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ സഹായിക്കാൻ വരണേ. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഓട്ടോറിക്ഷയുടെ അടുത്ത് ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര അനുഭവങ്ങൾ, എനിക്ക് ദൈവാനുഭവം ഭയങ്കര, അത് അങ്ങനെ യാത്ര. ഇരുളിന്റെ മറവിലും പകലിന്റെ തെളിവിലും പതറാതെ വഴി തേടി നടന്നു താനേ. ഇനിയൊരു ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും, കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും തനിയേ ഈ വഴിയിൽ. അപ്പോൾ ആ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 4ാമത്തെ കീമോ കഴിഞ്ഞ് 29-ാം തീയതി വന്നു. 30-31 കുഴപ്പമൊന്നും ഉണ്ടായില്ല. 1-ാം തീയതി കുഴപ്പമുണ്ടായില്ല. 2-ാം തീയതി ഡൗൺ ആയിപ്പോയി, എഴുന്നേക്കാൻ പറ്റാതെ. അപ്പോൾ ഈ ആവിയൊക്കെ കൊള്ളിക്കണം. ഞാനിങ്ങനെ വട്ടം കട്ടുമ്പോൾ കയറി ഇങ്ങനെ നിന്ന് വട്ടം വലിച്ചെടുത്ത് ഒരു രോഗി ക്ഷീണിതനാകുമ്പോഴാണ് വെയിറ്റ് കൂട്ടണേ. അപ്പം നമുക്ക് അത്, എനിക്ക് ആരോഗ്യം ദൈവം തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് സഹനത്തിലൂടെ ചേച്ചി കടന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ദൈവം ചേച്ചിക്ക് അതിനുള്ളൊരു എന്താ പറയാ കൃപയും അതിനുള്ള ക്ഷമയും അനുഗ്രഹവും ഒക്കെ തന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പുള്ളിയുടെ മരണശേഷം ഞാൻ ആകെ ഒറ്റപ്പെട്ടൊരവസ്ഥയായി. എനിക്ക് ദൂരെ ജോലിയിൽ പോകണം, എനിക്ക് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായി. നമുക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥ വന്നു. അപ്പം ഞാൻ യേശുവിലേക്ക് ഒരു 5 മാസം ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രാർത്ഥനയൊന്നുമല്ല. എൻ്റെ ഒരു വിഷമം മനസ്സിൽ എവിടെ നിന്നെങ്കിലും ഉണ്ടായോ ഉടനെ റൂമിൽ കയറും, കൈ വിരിച്ച് ജപമാല എടുത്ത് ചൊല്ലി വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ജപമാല, കരുണയുടെ ജപമാല, തിരുഹൃദയത്തിൻ്റെ ജപമാല, സംരക്ഷണ ജപമാല, ഇങ്ങനെ ജപമാലയുടെ ഒരു നൂലാണ്. അപ്പോൾ ഈശോ എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവ് തന്നപ്പോൾ ഈശോ എനിക്ക് ഒരു ഭാഷാവരം തന്നു. ആ ഭാഷാവരം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ തന്നെ കോട്ടയിലെ അച്ഛന്മാരുടെ അടുത്തേക്ക് എൻ്റെ ചേച്ചിയുടെ മരുമകൻ അയച്ചു കൊടുത്ത് സ്തോത്രഗീതമാണെന്ന് പറഞ്ഞു. സ്തോത്രഗീതം ഈശോയോടൊപ്പം മാതാവിനോടൊപ്പം ആൻറ്റി ചെല്ലുന്നതായിട്ടാണ് അവർക്ക് പ്രാർത്ഥന കിട്ടിയത്. അവിടെ തുടങ്ങി പിന്നെ ഇങ്ങോട്ട് എനിക്ക് എങ്ങും നോക്കണ്ടോന്നില്ല, ഞാൻ ഭയങ്കര ആത്മീയ സന്തോഷത്തിൽ. അപ്പോൾ എനിക്ക് പാട്ടുകൾ എഴുതാനുള്ള കൃപ തന്നു. ഞാൻ ഒരുപാട് പാട്ടുകൾ എഴുതി, 10-20 പാട്ടുകൾ എഴുതി. 20 പാട്ടിൻ്റെ വരികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എഴുതിയ ആ പാട്ടിൻ്റെ ഒരു 2 വരി പാടാമോ? പറയാം. സ്നേഹം ഞാൻ കൊടുത്തപ്പോൾ ആരും ആ സ്നേഹം അറിഞ്ഞില്ല. ആ സ്നേഹം വേണ്ടാത്തവർ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൊടുക്കുവാൻ ആരുമുണ്ടാകില്ല. തേടി തളരുമ്പോൾ ഒരു പിടി ചാരമായി പോകും. നഷ്ടപ്പെട്ട സ്നേഹം വേദനയോട് ഓർക്കും.
സ്നേഹം നിഷേധിക്കപ്പെട്ടപ്പോൾ കുരിശിലേക്ക് ഞാൻ നോക്കി. സ്നേഹസ്വരൂപനായ യേശുനാഥൻ വാരി പുണർന്നെന്നെ സ്നേഹിച്ചപ്പോൾ എല്ലാം മറന്ന് ഞാൻ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ സ്വരം ഞാൻ കേട്ടു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മകളെ. അടിപൊളി. അപ്പോൾ ചേച്ചി ഈ ഈ പണ്ട് ചെറുപ്പത്തിലെ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കവിതയോ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, എൻ്റെ കൂട്ടുകാരത്തി, ഇപ്പം എൻ്റെ കൂട്ടുകാരത്തി എന്ന് പറഞ്ഞില്ലേ സുന്തമ്മ, അവൾ ഞാനിപ്പോൾ എപ്പോഴും വിളിക്കും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, അപ്പോൾ അവൾ എടി നിനക്ക് പഠിക്കുന്ന കാലത്ത് ഒരു കഴിവുണ്ടായില്ലല്ലോ, ഇപ്പം ഇതെങ്ങനെയടി ഉണ്ടായാൽ. പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര ഒരു കൃപയാണ്. ഞാൻ കൃപയാലാണ് ജീവിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. നമ്മൾ എന്തിനാ പേടി? ഞാൻ ഈശോയിൽ സംസാരിക്കാനിരിക്കും. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോനെ ഒന്ന് നോക്കുക, ഈശോയോട് ചോദിക്കുക, സുഖമാണോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒന്ന് സംസാരിക്കുക. നമ്മളിരുന്ന് സംസാരിക്കണ പോലെ ഈശോയോട് നമ്മൾ സംസാരിക്കുക. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിയോട് പറഞ്ഞു, എടി നീ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈശോയെ അവൾക്കൊന്നും പറയാൻ കിട്ടണില്ലെന്ന്. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഐ ലവ് യു ജീസസ് എന്ന് അവളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട്, നീ ഈശോയുടെ അടുത്ത് നിന്ന് അങ്ങനെ പറഞ്ഞാൽ മതി, അത് മതി, അപ്പം നിനക്ക് അത് ഈശോയ്ക്ക് അത് മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് പാട്ടുകൾ എഴുതി, ഇങ്ങനെ 20 പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തെ ഒരു സക്രാരിയാക്കി. നമ്മൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം ജീവിക്കണം. നമ്മുടെ നിറുകം മുതൽ ഉള്ളംകാലം വരെ വിശുദ്ധിയായിരിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വിശുദ്ധിയായിരിക്കണം. നമ്മൾ ചിന്തയിൽ പോലും പാപം ചെയ്യരുത്. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയുള്ളൂ. ചേച്ചിക്ക് ഇനിയും ഒരുപാട് കവിതകളും പാട്ടുകളും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എഴുതാൻ സാധിക്കട്ടെ. ഒരുപാട് പേർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ചേച്ചിയുടെ ഒരു പ്രാർത്ഥനയുടെ ശക്തി ചേച്ചിക്ക് ഒരു ബലമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥന ഒരു വലിയ ശക്തിയായിട്ട് കരുതുന്ന ഒട്ടനവധി വിധവകളുണ്ട്, ചാൻസ് ചേച്ചിയെ പോലെയുള്ളവർ. അവർ മറ്റുള്ള വിധവകൾക്കും ഒരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുടെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം.